BLO അനീഷ് ജോർജിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഓഫീസേഴ്സ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവരെ കോൺസ്റ്റിറ്റ്യൂഷണലി നിയമിച്ചിട്ടുള്ള ഒരു ഭരണഘടനമായിട്ടുള്ള ഒരു പോസ്റ്റിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 13B(2) ഓഫ് RP Act 1950 ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരാള് ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം കൺട്രോൾ ഓഫ് ദ ബൂത്ത് ലെവൽ ഓഫീസർ റെസ്റ്റ് വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ മേൽനോട്ടം, മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ മൊത്തം ഇലക്ഷൻ കമ്മീഷനുടെ അധികാരം അനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇവരുടെ മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ കാര്യങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷനുടെ ചുമതലയായിട്ട് അത് മാറും. അതാണ് നിലവിലുള്ള ചട്ടങ്ങൾ, ഇലക്ട്രൽ ലോസ്. ഇപ്പോൾ നമ്മൾ ഈ മൊത്തം SIR ചെയ്ത് വരുന്ന പ്രക്രിയ ഇറ്റ്സ് ഓൺലി ആസ് ഫോർ ദ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ ലോസ്. അതായത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് 1960, കോണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് 1961 ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇതനുസരിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷന് ചെയ്യുന്നത്. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ചട്ടം അനുസരിച്ചിട്ട് മാത്രമാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് CO, DO, ERO, ARO, ബൂത്ത് ലെവൽ സൂപ്പർവൈസർ, ബൂത്ത് ലെവൽ ഓഫീസർ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് പെർ ദ മാൻഡേറ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ആസ് പെർ ദ മാൻഡേറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ഈ കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് എല്ലാവരും വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചോളം. കാരണം അദ്ദേഹം തന്നെയാണ് ഇലക്ട്രൽ റോൾ പ്രിപ്പയർ ചെയ്യുന്നതും കൃത്യമായിട്ട് വോട്ടർ ഇലക്ഷൻ സമയത്ത് വോട്ടറുടെ പ്രചരണം, വോട്ടിങ്ങിന്റെ പ്രചരണം, വോട്ടർ സ്ലിപ്പ് വിതരണം, പിന്നെ അങ്ങനെ എല്ലാ ബൂത്ത് ലെവൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസറാണ്. ഒരു പ്രാവശ്യം ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ എവറിത്തിങ് റെസ്റ്റ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ അവരുടെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് മാത്രമായിരിക്കും എന്നുള്ളതാണ് അത് നിലവിലുള്ള ചട്ടം. അത് തന്നെയാണ് എല്ലാവരും പാലിക്കേണ്ടത്. ഇപ്പോൾ അവരുടെ ഏറ്റവും നല്ല പ്രവർത്തനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര നല്ല ഒരു ശതമാനം കാര്യങ്ങൾ SIRൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് സഹായിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ നമ്മൾ പരമാവധി എല്ലാവരെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് തന്നെയാണ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറെ സോഴ്സസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇന്നലെ 2-3 സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ഇടുക്കിയിലെ മല്ലപ്പുറത്ത് ജില്ലാ കളക്ടർമാർ തന്നെ പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ ജോലി തടസ്സപ്പെടുത്താൻ അവിടെ കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, ആ ജില്ലയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. രണ്ടാമത്തെ ഇൻഫർമേഷൻ കുറെ മിസ്ഇൻഫർമേഷൻസ്, ഫേക്ക് ന്യൂസ് BLOയുടെ എതിരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെതിരെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് BLOമാർ തന്നെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട്. സോ ഈ കാര്യത്തിൽ എനിക്ക് എല്ലാ ജില്ലാ കളക്ടർമാരോട് ഓൾറെഡി നിർദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ എല്ലാ ആൾക്കാരോട് നമ്മുടെ മീഡിയ സുഹൃത്തുക്കളോട് കൂടി അവരുടെ മുഖാന്തരം അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആസ് ലോങ് ആസ് ഇലക്ഷൻ കമ്മീഷനുടെ ജോലി ചെയ്യുവാണെങ്കിൽ that person will be considered as the public servant for work of Election Commission of India. നമ്മൾ CEO എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് BLO.
അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. അവരുടെ ജോലി ആരെങ്കിലും തടസ്സപ്പെടുത്തുവാണെങ്കിൽ അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ആസ് പെർ സെക്ഷൻ 121 ഓഫ് BNS, restricting the work or creating a problem for any BLO who is considered as a public servant for the Election Commission of India, അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും. ആസ് പെർ സെക്ഷൻ 121 അതിലെ ക്ലോസ് താങ്കൾ നോക്കാം. മാക്സിമം പണിഷ്മെന്റ് ഓഫ് 10 years ഓഫ് ഇംപ്രിസൺമെന്റ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരുടെ എതിരെ ഇലക്ഷൻ കമ്മീഷന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും അറിയിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ഫേക്ക് ന്യൂസ്, മിസ്ഇൻഫർമേഷൻസ്, BLOമാർക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൈബർ അറ്റാക്സ്, ഓൺലൈൻ അറ്റാക്ക്, സോഷ്യൽ മീഡിയ അറ്റാക്സ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള ആൾക്കാരെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൈബർ ലോസ് അനുസരിച്ചിട്ട് IT ആക്ട് അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ DOs മുഖാന്തരം പോലീസിന് അത് കൂടി കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് താങ്കളോട് ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ BLOമാർ വീട്ടിലേക്ക് എല്ലാം പോകുമ്പോൾ അവിടെ കുറെ തടസ്സങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. സോ BLOമാർ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യം പോകുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് അവരെ സഹായിക്കണം എന്നുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ ജില്ലാ കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ രാവിലെ നമ്മുടെ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷനുടെ പ്രസ് റിലീസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഇന്നൊരു 10 മണിയുടെ ഡേറ്റ അനുസരിച്ചിട്ട് 55,000 ആൾക്കാരെ നമുക്ക് അൺകളക്റ്റബിൾ ഫോംസ് ആയി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ BLOമാർ വീട്ടിലേക്ക് പോയിട്ട് ഫോം കൊടുത്തു, കുറെ നമ്മൾ തിരിച്ചു വാങ്ങി, പിന്നെ ഇപ്പോൾ ഡിജിറ്റൈസേഷൻ തുടങ്ങി. ഇതിനിടയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു കണക്കാണ് അൺട്രേസബിൾ ആയിട്ട് പറയുന്ന 55,000 ഫോംസ്. അതിലെ മരിച്ച ആൾക്കാരുടെ കണക്ക് ഏകദേശം നമുക്ക് 29,000 ഉണ്ട്. അൺട്രേസബിൾ ആയിട്ട് 4,500 ഉണ്ട്. ഷിഫ്റ്റഡ്, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന മാക്സിമം ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ ഏകദേശം 20,000 ആൾക്കാരുണ്ട്. ഓൾറെഡി എൻറോൾ ആയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുള്ള ഒരു 3,800 ഓൾറെഡി നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 55,000 ആൾക്കാർ നമ്മുടെ ലിസ്റ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും. പക്ഷേ നമ്മൾ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ബൂത്ത് ലെവലില് ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ട്. എത്ര ആൾക്കാർ തിരിച്ചു കൊടുത്തു, എത്ര ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തു, എത്ര ഡെത്ത് ആയി എന്നുള്ളത് ബൂത്ത് ലെവൽ ഓഫീസറുടെയൊക്കെ കണക്കുണ്ട്. നമ്മുടെ എല്ലാ അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടീസോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ബൂത്ത് ലെവൽ ഏജന്റ്, ബൂത്ത് ലെവൽ ഓഫീസറോട് ഒരു മീറ്റിംഗ് എടുക്കണം. ആ മീറ്റിംഗ് എടുത്തിട്ട് ഈ കണക്ക് മൊത്തം അവരുടെ സാന്നിധ്യത്തിൽ അവർ വെരിഫൈ ചെയ്യണം. ഇത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടോ, ഷിഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അവർ കൂടി ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയിട്ട് ആ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് തിരിച്ചയക്കണം എന്നുള്ള ഒരു കമ്മീഷനുടെ ഡയറക്ഷൻ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ചിട്ടുമുണ്ട്. സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനാണ് നമ്മുടെ ഒരു നിർദ്ദേശം ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനുള്ളത്. അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഒരു എക്സസൈസിൽ ഒരു സാനിറ്റൈസേഷൻ എടുക്കാൻ പോകുന്നത്. അതായത് ഇത് കൃത്യമായിട്ടുള്ള കണക്കാണോ ഇല്ലയോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസിയുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു